ഫ്രഷേഴ്സ് ഡേയുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രഷേഴ്സ് ഡേക്ക് ഒരു ദിവസം മുന്നേയുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ട് ഞങ്ങൾ അവർക്ക് ട്രീറ്റ് കൊടുക്കുന്ന ദിവസമാണല്ലോ നാളെ. അത് മനോഹരമാക്കേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ഡെക്കറേഷൻ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇവിടെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഹോളിൽ ചെയ്യുന്ന ഇത് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയും വേണം. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് നന്നായിട്ട് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്കതൊന്നും അങ്ങനെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവർ കണ്ണിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ദാ ഫ്രഷേഴ്സ് ഡേയുടെ വ്ലോഗ് നിങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിക്കും കേട്ടോ. Hello guys, welcome back to my channel. This is Archana and you're watching Life Unedited by Archana. ഫ്രഷേഴ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഒന്നും പറയാനില്ലാന്ന്. ഡ്രസ് എടുത്തു ലാസ്റ്റ്. ഗൈസ്, ഈ ഹരീഷനെ ഞങ്ങളെ ചുമ്മാ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കയറുമ്പോ പുള്ളി ഇറങ്ങും, പുള്ളി കയറുമ്പോ ഞങ്ങൾ ഇറങ്ങും. ഇതെന്താ ഇത്? എനിക്ക് ടെൻഷൻ ആവുന്നടേ. എടേ ടെൻഷൻ ആവുന്നു. എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നു കേട്ടോ. ആരോട് പറയാം ഗൈസ്. അപ്പൊ അതാ നമ്മളിപ്പോ ശരിക്കും പോവാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മളിതാ ഓഡിറ്റോറിയത്തിലെത്തി. ആരും ഇല്ല കേട്ടോ. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ട്രിപ്പ്. ഇനിയിപ്പോ സെക്കൻഡ് ട്രിപ്പ് ജൂനിയേഴ്സ് വരുമായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും. ജൂനിയേഴ്സിനെ വെൽക്കം ചെയ്യാനാണ് ഇത് റെഡിയാണ്. ഈ ട്രെയിൽ പനിനീരും പിന്നെ കൽക്കണ്ടവും പിന്നെ ചന്ദനം ആട്ടോ വെക്കുന്നത്. പനിനീര് അവർ തളിച്ച് കൽക്കണ്ടം മധുരം കൊടുത്ത് ചന്ദനം പൊടിയിച്ച് അങ്ങനെ അവരെ കയറ്റാൻ വേണ്ടിയിട്ട്. ഫ്രഷേഴ്സ് ഓൺ ദ വേ ആട്ടോ. ഞങ്ങളും ഫുൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സനത് സാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അദ്ദേഹം കൂടെ വന്ന് കണ്ടേ പ്രോഗ്രാം സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളൂ. 9 o'clock പ്രോഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. ജൂനിയേഴ്സ് പുറത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാവേ. അങ്ങനെതാ ഐശ്വര്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ദീപം തെളിയിച്ചു. പിന്നെ ഒന്ന് ചീറാവാൻ വേണ്ടിയിട്ട് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ശേഷം നമ്മുടെ ഫോട്ടോ സെക്ഷനാണ്. നമ്മൾ ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ട് വന്നതിന് ശേഷം ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോയ മോശമല്ലേ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്ലോഗിലൊക്കെ വരാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്കിതാ വെൽക്കം ഡാൻസ് കാണാം. ഡാൻസിനിടയ്ക്ക് ഓരോരോ കുട്ടി കുട്ടി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അതൊക്കെ. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ക്ലാസ്സുകാർ ഡാൻസ് കാണാനായിരുന്നു കേട്ടോ. ഇനി അത് കണ്ടാലോ.
സോങ്സ് കഴിഞ്ഞ് പിന്നെ അതാ GNMസിൻ്റെ സോങ് ആയിരുന്നു കേട്ടോ. ഇതുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. എൻ്റെ ക്ലാസ്സിലെയും പിന്നെ GNMയിലൊക്കെ ബോയ്സ് ആട്ടോ ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഇവരൊക്കെ എൻ്റെ വ്ളോഗിൻ്റെ വലിയ ഫാൻസ് ആണ് കേട്ടോ. ഞാൻ വ്ളോഗ് ഇടാതിരിക്കുമ്പോൾ എപ്പോഴും ചോദിക്കും നെക്സ്റ്റ് വ്ളോഗ് എപ്പോഴാണ്, നെക്സ്റ്റ് വ്ളോഗ്. അതിനുള്ള സ്നേഹം കൊണ്ടാണ് നോക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ ടൈം നന്നായിട്ട് വൈകിട്ടോ, വിശന്നിട്ട് പാടില്ല. ഇനി നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ഇവിടുത്തെ സ്ഥിരം ഫുഡ് തന്നെയാണ് കേട്ടോ. ബോളിയും പിന്നെ പായസം, റൈസ്, അതൊക്കെ. ചിലർക്ക് ഇവിടുത്തെ ആ ബോളി അത്ര ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ അത്ര ടേസ്റ്റ് ഒന്നും എന്നാലും കോളേജിൽ നിന്ന് കിട്ടുന്ന ആ ഫുഡിനെ അപേക്ഷിച്ച് ഈ ഫുഡ് നല്ല ടേസ്റ്റാണ്. പിന്നെ വല്ലപ്പോഴും കിട്ടുന്നല്ലേ, അപ്പം നമ്മളത് പാഴാക്കാൻ പാടില്ലല്ലോ. എൻ്റെ ഫ്രണ്ടിന് ആ ബോളി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതുകൂടെ എനിക്ക് വന്നു കേട്ടോ. ബട്ട് ഇത്രയും മധുരം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടാവത്തില്ല. എങ്ങനെയായാലും ഞാൻ കഴിച്ചു. നമ്മളാട്ടോ ലാസ്റ്റ് ഇരിക്കുന്നത്. നമ്മളിവിടെ ചെന്നിട്ട് വേണമെങ്കിൽ പ്രോഗ്രാം സ്റ്റാർട്ടാക്കാനായിട്ട്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റെഡ് കളർ കറി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അതിൻ്റെ പേരെനിക്കറിയത്തില്ല, പപ്പടം പോലെ കുഞ്ഞിതായിട്ട് റൗണ്ടിലിരിക്കുന്ന ഒരു സാധനം കിട്ടിട്ടോ. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിനൊക്കെ കഴിക്കാൻ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പപ്സിനാട്ടോ ഓർമ്മ വന്നത്. കഴിക്കുമ്പോൾ മൊത്തം ആവും. നമ്മൾ പൊടിച്ച് കഴിക്കുമ്പോൾ മീൻസ് പപ്പടമാണെങ്കിൽ നമ്മൾ ഇലയിലിട്ടില്ലേ കുഴക്കുന്നത്, ഇത് പറ്റില്ല. നമ്മൾ വായിട്ടിട്ട് ഇതാക്കുമ്പോൾ മൊത്തം തെറിച്ച് വരുമായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ആകെ മത്തായി പോയിട്ടോ. ആ മധുരമുള്ളത് കഴിച്ച് ബോളി കഴിച്ച് പിന്നെ രാവിലെ റെഡി ആവാനൊക്കെ ആയിട്ട് നേരത്തെ എഴുന്നേറ്റല്ല. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാംബാക്കാണ് കേട്ടോ. അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ 4th ഇയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഇൻറ്റേൺഷിപ്പിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച വരില്ല എന്നാണ്. പക്ഷേ അവർ വന്നു. അപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ അവർ മടങ്ങിയത്. ഇനി നമുക്ക് റാംബാക്ക് കാണാം. വിന്നേഴ്സിനൊക്കെ അനൗൺസ് ചെയ്തു. ഇനി വീണ്ടും ഗെയിമാണ് കേട്ടോ. ഈ ഗെയിം നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ വിന്നേഴ്സിന് എന്തോ സ്നിക്കേഴ്സോ ചോക്ലേറ്റ് അങ്ങനെ എന്തോ ആട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. വിന്നർ ആ നടുക്ക് നിൽക്കുന്ന മഞ്ഞ സ്ലൈഡ് ഇട്ട അവനാണ് കേട്ടോ. പേര് എനിക്കറിയാൻ പാടില്ല, കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പേരൊക്കെ കുറച്ച് പേരുടെ അറിയാവുള്ളൂ, ബാക്കിയുള്ളവർ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഈ ഗെയിം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ DJ ആണ്. അയ്യോ ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് വേണം ഒന്ന് ഉഷാറാവാനായിട്ട്. നിങ്ങളത് കണ്ടിട്ടോ. ഫ്രഷേഴ്സ് നടത്തി കുറേ പേര് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ദിവസത്തെ ഓട്ടമാണ് ഈ ഫ്രഷേഴ്സിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകണം കേട്ടോ. ഇത് ഹാൾ സെപ്പറേറ്റ് നമ്മളിപ്പോൾ റെൻറ്റിന് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ബോയ്സിനൊക്കെ ശരിക്കും കഷ്ടപ്പാട്. കാരണം കണ്ടില്ലേ, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവന്മാരാണ് ഇതൊക്കെ ആക്കി സെറ്റൊക്കെ ആക്കുന്നത്, എല്ലാം തിരിച്ച് മറിച്ചൊക്കെ. ശരിക്കും ഈ ഫ്രഷേഴ്സിൽ കുറേ പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഓഡിറ്റോറിയം ഇത്രയും മനോഹരമായത് ഡെക്കറേഷൻ ടീമിൻ്റെ കഴിവ് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഈ വ്ലോഗ് കണ്ടിട്ട് നിങ്ങൾ കാണാത്തവർ ഇതെങ്ങനെ ഉണ്ടെന്ന് ഈ വ്ലോഗ് കണ്ടിട്ടൊന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ പറയണം. അറ്റ് ലാസ്റ്റ് നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിട്ട് ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ദ ലൈഫ് അൺഎഡിറ്ററിൽ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.